ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വെണ്ടക്കായും പൊട്ടാറ്റോയും കൂടി വെച്ചിട്ടുള്ള 2 ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത്. സ്കൂൾ തുറന്ന സമയമായതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും സൂപ്പറാണ്. ഞാനിവിടെ 250 ഗ്രാംസ് വെണ്ടക്കായ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി വാഷ് ചെയ്ത ശേഷം ഒന്ന് തുടച്ച് വെച്ചതാണ്. നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി മിഡിലിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം 4 ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഓരോ വെണ്ടക്കായ എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ വെണ്ടക്കായ എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അല്പം ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അല്പം ഉപ്പ് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഉപ്പ് ഇതിലോട്ട് പിടിക്കാനായിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള പൊട്ടാറ്റോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് 4 പൊട്ടാറ്റോ എടുത്ത് തൊലി കളഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് വാഷ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് നീളത്തിൽ തന്നെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. പൊട്ടാറ്റോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനെല്ലാം കട്ട് ചെയ്യുന്ന പോലെ നീളത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ പൊട്ടാറ്റോയും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടും അല്പം ഉപ്പ് മിക്സ് ചെയ്ത ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വേറെ മസാലകളൊന്നും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അതിൽ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് പൊട്ടാറ്റോയും വെണ്ടക്കായും എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം പൊട്ടാറ്റോ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോഴും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓയിൽ നന്നായി തന്നെ ചൂടായതിന് ശേഷം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അധികം ഓയിൽ കുടിക്കാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് ആയി വരുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടാറ്റോ ഇപ്പോൾ നന്നായി തന്നെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതേ ഓയിലിൽ തന്നെ വെണ്ടക്കായ നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെണ്ടക്കായ നമുക്ക് ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടക്കായ ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് അതിൽ ബാലൻസിൽ ഓയിലിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 10 വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചതും 2 ഉണക്കമുളക് വെട്ടിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്നുണ്ട്. ഈ സമയം 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വെണ്ടക്കായും പൊട്ടാറ്റോ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതിലേക്കുള്ള കുറച്ച് ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സവാളയുടെ എല്ലാം കളർന്ന് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം. സവാളയെല്ലാം കളർ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. ഇപ്പോൾ സവാളയെല്ലാം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കളർ മാറി വരണം. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവായതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടാറ്റോയും വെണ്ടക്കായും ചേർത്ത് കൊടുക്കണം. രണ്ടിൻ്റെയും ഹാഫ് പോർഷൻ ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഞാനിപ്പോൾ ഇതിലോട്ട് പൊട്ടാറ്റോ ആണ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം. ഇതിൽ നമ്മൾ പൊട്ടാറ്റോയും വെണ്ടക്കായും എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. കുട്ടികൾക്കെല്ലാം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് സ്കൂൾ തുറന്ന സമയമായതുകൊണ്ട് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും ബെസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയെല്ലാം അടിപൊളിയൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ അല്പം വേപ്പിലയും കൂടെ ചേർത്ത് എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെണ്ടക്കായ പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതേ പാനിൽ തന്നെ വെണ്ടക്കായും പൊട്ടാറ്റോയും കൂടിയിട്ടുള്ള റോസ്റ്റും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാനെടുത്ത ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഇപ്പോൾ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 സവാള സ്ലൈസ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 8ഓളം വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചതും 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം കളർന്ന് മാറി വരുന്നവരെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയിലേക്കെല്ലാം പിടിക്കാനുള്ള ഒരല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി തന്നെ കളർ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഒരു തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ബാലൻസ് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. കുട്ടികൾക്കെല്ലാം കൊടുത്തേക്കാൻ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ മുളക് പൊടി കുറച്ച് കുറവ് ചേർത്ത് കൊടുത്താൽ മതിയാവും. പൊടികളെല്ലാം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബാലൻസ് ഉള്ള വെണ്ടക്കായും പൊട്ടാറ്റോയും ഫ്രൈ ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയെല്ലാം പൊട്ടാറ്റോയിലും വെണ്ടക്കായയിലും നന്നായി തന്നെ ഒന്ന് പിടിച്ച് വരണം. നമ്മളിതുപോലെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ മസാലയെല്ലാം ഇതുപോലെ ഒന്ന് പിടിച്ച് വരുന്നത്. ഞാനത് ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിതല്പം ഗ്രേവിയോട് കൂടി വേണമെങ്കിൽ പൊട്ടാറ്റോയും വെണ്ടക്കായും ചേർക്കുന്നതിന് മുൻപ് അല്പം ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനുശേഷം ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിൽ എടുത്താൽ മതിയാവും. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെണ്ടക്കായ പൊട്ടാറ്റോ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു റോസ്റ്റും ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ വെണ്ടക്കായ പൊട്ടാറ്റോ റോസ്റ്റും മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.